26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണത്തിന് ഇറാന്റെ ശക്തമായ തിരിച്ചടി. 6 രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ജോർദാനിലാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണത്തിന് ഇറാന്റെ ശക്തമായ തിരിച്ചടി വരികയാണ്. 6 രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിൽ ജോർദാനിലാണ് ഏറ്റവും വലിയ നഷ്ടം അമേരിക്കൻ സൈന്യത്തിനുണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ജോർദാനിലെ അമേരിക്കൻ സേനാ താവളത്തിൽ നിരവധി വിമാനങ്ങളാണ് ഇറാൻ തകർത്തത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ തകർത്തുവെന്നും സേനാ താവളത്തിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നുമാണ് ഇറാൻ സൈന്യം പ്രസ്താവനയിൽ പറയുന്നത്. ജോർദാൻ പൗരന്മാർ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന ആഹ്വാനവും ഇറാൻ നടത്തി. അതേസമയം സംഭവത്തിൽ അമേരിക്കൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല. 3 ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് ജോർദാൻ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ സേനയുടെ പ്രസ്താവന വന്നത്. അമേരിക്കൻ സൈന്യം ഇറാനിലെ ജനവാസ മേഖലകൾ കൂടി ലക്ഷ്യമിടുന്നുണ്ട്. റെയിൽവേ പാലങ്ങൾ എന്നിവ അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നു. ബന്ദർ അബ്ബാസിൽ അമേരിക്കയുടെ സേന ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. 7 പേർ കൊല്ലപ്പെട്ടുവെന്ന വിവരവും ലഭിക്കുന്നു. ബന്ദർ അബ്ബാസ് ട്രെയിൻ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. സിറിയയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച ഈ സാഹചര്യത്തിലാണ് ഇറാൻ തിരിച്ചടി വ്യാപിപ്പിച്ചത്. 6 രാജ്യങ്ങളിലാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇന്ന് വീണത്. ബഹ്റൈനിലെ സഖ്യത് വ്യോമ താവളത്തിൽ ഇറാന്റെ മിസൈൽ വന്നു പതിച്ചു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഖത്തർ സേന ഇറാന്റെ മിസൈലുകൾ തടഞ്ഞു. ഈ വേളയിൽ അവശിഷ്ടങ്ങൾ വീണ് കുട്ടികൾക്ക് പരിക്കേറ്റതായും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിലെ അമേരിക്കൻ സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടു. US മിസൈൽ പ്രതിരോധ റഡാർ തകർത്തുവെന്നാണ് ഇറാൻ സേന പറയുന്നത്. നിരവധി ആയുധപ്പുരകളും ആക്രമിച്ചു. 2 ലോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഒരേ സമയം തന്നെ വിവിധ രാജ്യങ്ങളിലാണ് ആക്രമണം നടത്തുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണം സിറിയയിലേക്ക് കൂടി വ്യാപിപ്പിച്ചു എന്നതാണ് മറ്റൊരു വിവരം. US സ്പെഷ്യൽ ഓപ്പറേഷൻ വിംഗ് ആണ് സിറിയയിൽ ക്യാമ്പ് ചെയ്യുന്നത്. അൽ തൻഫിലെ ഇവരുടെ സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ഒമാനിലും ഹോർമോസ് കടലിടുക്കിലും ഇറാൻ ആക്രമണം നടത്തി. ഒമാനിലെ ഗാനിം മേഖലയിൽ അമേരിക്കൻ നിരീക്ഷണ റഡാർ, കടൽ നിരീക്ഷണ സംവിധാനം എന്നിവ തകർത്തുവെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.